നമസ്തേ. നമ്മളെല്ലാവരും കുളിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ തല തോർത്തുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് തല തോർത്തുന്നതെന്ന് മുടി കൊഴിച്ചിലുള്ള ആൾക്കാർ ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ ചോദിക്കാറുണ്ട്. സാറേ, ഞാൻ ഈ ഉപയോഗിക്കുന്ന ടവൽ ഉപയോഗിച്ചാൽ മതിയോ? കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് സിങ്ക് നിറയെ മുടിയാണ്, അപ്പോൾ പിന്നെ ചീകുമ്പോഴും ഒരുപാട് മുടി പോകാറുണ്ട്, എന്നാ ഞാൻ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചെറിയ ടിപ്സ് ഇതാണ്. നമ്മളെപ്പോഴും തലമുടി തോർത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ തല തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ് ഫൈബർ ക്ലോത്ത് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതിനെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഉപ്പി വേണം തല തോർത്തിയെടുക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്, തോർത്തി ഇങ്ങനെ ഉപ്പി മുടിയുടെ വെള്ളം കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൈയുടെ വിരൽ കൊണ്ട് മാത്രം ജട അകറ്റിയെടുക്കുക. പിന്നെ പലപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേളി ഹെയർസ് ഭയങ്കര ഒരു സ്റ്റൈലായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. നമുക്ക് നാച്ചുറലി ഒരു കേളി ഹെയർ ഉള്ള ഒരാൾക്കാരാണ്. അപ്പോൾ പലപ്പോഴും മുടി നമ്മൾ തോർത്തി കഴിഞ്ഞിട്ട് ആ ഈർപ്പത്തോടെ തന്നെ നമ്മൾ ഹെയർ ഓയിൽസോ അല്ലെങ്കിൽ ഹെയർ സെറംസോ ഉപയോഗിച്ചുകൊണ്ട് ക്രംപ് ചെയ്യാറുണ്ട്. നമ്മൾ മുടീനെ ഇങ്ങനെ ക്രംപ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തോർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ സെറം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്യൂട്ടിക്കിൾസ് എൻലാർജ്ഡ് ആകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മുടിക്ക് പൊട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഈർപ്പം തങ്ങി നിന്ന് കൂടുതലായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ തോർത്തി കഴിഞ്ഞിട്ട് അഥവാ നമുക്ക് മുടി ചുരുട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നീണ്ട മുടീനെ വിരലിനകത്തോട്ട് ഉരുട്ടി എടുത്തിട്ട് ചുരുട്ടിയിടുക എന്നുള്ളതാണ് സാധാരണയായിട്ട് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുടി ഉണക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ തോർത്തി കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അധികം സമയമില്ല, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകണം, ജോബിന് പോകണം, നമ്മൾ രാവിലെ കുളിച്ച് കഴിഞ്ഞ് ഉടനെ പോകണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും ബ്ലോ ഡ്രൈ ചെയ്യാറുണ്ട്. ഈ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴും എപ്പോഴും സോഫ്റ്റ് വിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൾഡ് വിൻഡ് ആയിട്ടുള്ള ബ്ലോ ഡ്രയർ മാത്രം ഉപയോഗിക്കുക. ഹീറ്ററായിട്ടുള്ള ബ്ലോ ഡ്രയർ ഉപയോഗിക്കാതിരിക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.